നമ്മൾ ഈ കഴിക്കാത്ത നാടൻ മാവിനെ മേൽഭാഗം മുറിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അതിന് സേഫ് അടിച്ച് മുകളിൽ ഫംഗിസൈഡൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ പണി തുടങ്ങുന്നത്. ഇതിൻ്റെ മുകളിലൊരു വിനീർ ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതായത് ഒരു ബഡ് ചെയ്ത തൈകൾ തന്നെയാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക. ആ ബാഗ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വെക്കുന്ന മാവിൻ തൈയുടെ ബാഗ് ഇവിടെ വെച്ച് അതിനുള്ള ഒരു സ്റ്റേജാണ് കെട്ടിയുണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കുളമ്പ് മാവിൻ്റെ തൈയും ഇതിൻ്റെ മറുവശത്ത് ഇതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റ് നമ്മളവിടെ കെട്ടി ഉറപ്പിക്കും. അത് നമ്മളൊരു തായ്ലൻഡ് ഇനം മാവാണ് അതിൽ വെച്ച് പിടിപ്പിക്കുന്നത്. അതായത് ബനാന, റെഡ് ബനാന എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് വേണം ഇതിൻ്റെ സ്റ്റേജ് കെട്ടിയുണ്ടാക്കാൻ. അപ്പോൾ ഇത് മുകളിൽ വെക്കേണ്ട അതേ തൂക്കിന് തന്നെ നിർത്തിയിട്ട് തീരെ ഇളക്കം വരാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഈ ബാഗ് ഇളകിപ്പോവുകയോ മാറ്റം വരികയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ഇളകിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കെട്ടി ഉറപ്പിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് തീരെ ഇളക്കമില്ലാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കെട്ടുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കയറ്റി വെച്ച് നോക്കുക. ശരിക്കും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെയാണോ തൈ നിൽക്കുന്നത് എന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് സ്റ്റോക്കിലേക്ക് ശരിക്കും ടച്ച് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ച് ഒരടയാളപ്പെടുത്തിയിടുക. അതിന് ശേഷമാണ് മറുഭാഗത്തുള്ള ആ സ്റ്റേജും കൂടി വെച്ച് കെട്ടി ഉറപ്പിക്കണം. അതായത് ശരിക്കും നല്ല ഉറപ്പിൽ തന്നെ കെട്ടണം. അടുത്ത തൈയുടെ ഉയരം കണക്കാക്കി എവിടെയാണ് അതിൻ്റെ ബാഗിൻ്റെ അടിഭാഗം വരുന്നത് ആ സ്ഥലത്താണ് നമ്മളെ സ്റ്റേജ് അടുത്തത് കെട്ടി വെക്കേണ്ടത്. അതിന് ശരിക്കും നന്നായിട്ട് അടയാളപ്പെടുത്തി തെറ്റിപ്പോകാത്ത രീതിയിൽ രണ്ട് ഭാഗത്തും ഇതുപോലെ നമുക്ക് 4 ഭാഗത്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് 2 തൈകൾ മാത്രം മതി. അതായത് അവിടെ ഒരു ഓടിട്ട ഒരു ചെറിയ കെട്ടിടം ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വരാത്ത രീതിയിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് 2 തൈകൾ മാത്രം ആക്കി ക്രമീകരിച്ചത്. അങ്ങനെ ഇതുപോലെ ആ സ്റ്റേജ് കുറച്ച് താഴ്ത്തി ആണ് വെച്ച് കെട്ടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മളിപ്പം വെക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അങ്ങനെ തൈകൾ രണ്ടും അതിൽ സെറ്റായോ എന്ന് വെച്ച് നോക്കുക. അതിനുശേഷം റൂട്ട് സ്റ്റോക്ക്, അതായത് നമ്മൾ വെച്ച് കെട്ടിയിട്ടുള്ള ആ സ്റ്റേജിൻ്റെ മുകളിൽ ആദ്യം വെച്ച തൈ അതിലേക്ക് എടുത്ത് വെക്കുക. അങ്ങനെ വെച്ച് നോക്കിയിട്ട് നന്നായി എവിടെയൊക്കെയാണ് ടച്ചാകുന്ന അത്രയും സ്ഥലത്ത് ഒരു 6 ഇഞ്ച് നീളത്തിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തൊലി നീക്കം ചെയ്യണം. അതായത് കാമ്പ്യൂളിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത വലിയ മാവിൻ്റെ മുകളിൽ നിന്ന് മാർക്ക് മാത്രം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീക്കം ചെയ്യുക. അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം ഒരു 35% നമ്മൾ ഇതിൽ വിനീർ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈയുടെ മുകളിൽ നിന്നും 35% തൊലി നീക്കം ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ച് നോക്കിയിട്ട് ശരിക്കും ടച്ചായി നിൽക്കുന്നുണ്ടോ എന്ന് ശരിക്കും ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ ടൈറ്റിൽ ഇറങ്ങുകയും ചെയ്യാതെ കൂടുതൽ ലൂസും ഉണ്ടാകരുത്. നല്ല രീതിയിൽ അതിലേക്ക് സോഫ്റ്റായിട്ട് തിക്കി ഇറക്കി കഴിഞ്ഞാലും അതിന് ക്ഷതമേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്യും. ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായി ചെത്തിയെടുക്കുക.
ഉള്ളിൽ അങ്ങനത്തെ ഒരു കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം എവിടെയൊക്കെയാണോ ടച്ചാകുന്നത് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒരു 35% ഏറ്റവും മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തന്നെ ഇത് ചെത്തിയെടുക്കണം. ഇതിനുള്ളിൽ തീരെ മറ്റുള്ള ചെത്തിയ തൊലിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ വരാത്ത രീതിയിൽ നന്നായി ചെത്തി മിനുക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇറക്കി വെച്ച് നോക്കുക. കൂടുതൽ ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റടിച്ചാൽ മേൽഭാഗം മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ള, അതുകൊണ്ട് 35% കൂടുതൽ ഒരിക്കലും ചെത്തരുത്. ഈ നടുവരെയൊക്കെ പകുതിയൊക്കെ ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽഭാഗത്ത് എന്തെങ്കിലും ഒരു കാറ്റ് മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിപ്പോവുകയാണെങ്കിൽ മേൽഭാഗം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെത്തുമ്പോൾ ഒരു 30-35% മാത്രമേ ചെത്താവൂ. അതേ രീതിയിൽ തന്നെ നമ്മൾ മറുവശത്ത് വെക്കുന്നതും, ആദ്യം വെച്ച തൈ നമ്മൾ അവിടെ വെറുതെ ഒന്ന് ചെറുതായി കെട്ടി വെച്ചിട്ടുണ്ട്. ആ കെട്ട് നമ്മൾ വെറുതെ ഒരു കെട്ട് മാത്രമാണ്, അതിൽ നിളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ട് മാത്രമാണ് കെട്ടിയത്. അതിനുശേഷം ഇതുപോലെ 2 ഭാഗവും ചെത്തി ബാർക്ക് മാത്രം നീക്കം ചെയ്യുക. പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അതിൻ്റെ അടിയിലുള്ള കാമ്പ്യൂള് എന്ന് പറയുന്ന അതിന് ക്ഷതമേൽക്കരുത്. ശരിക്കും അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഉള്ളിലൊരു കൊഴുത്ത ദ്രാവകം പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അതിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ തൊലി നീക്കം ചെയ്ത്, അതുപോലെ തന്നെ മറ്റ് ഭാഗത്ത് ചെയ്ത അതേ രീതിയിൽ ഒരു 30-35% മാത്രം നമ്മൾ തൈയിൽ നിന്നും തൊലി നീക്കം ചെയ്യുക. അതായത് അവിടെ ടച്ചാവുന്ന ഭാഗത്ത് മാത്രം തൊലി നീക്കം ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം രണ്ടും നന്നായി കെട്ടി ഉറപ്പിക്കുക. രണ്ടും കൂടി നന്നായിട്ട്, അതായത് എയർ ടൈറ്റായിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത രൂപത്തിൽ മുറുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ദിവസം കൊണ്ട് തന്നെ ഇത് രണ്ടും നന്നായി ഈ മാവിലേക്ക് ഒട്ടിച്ചേരുന്നതാണ്. ഈ 45 ദിവസം താഴെയുള്ള ബാഗ് നനച്ച് കൊടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇതിന് മറ്റുള്ള സ്ഥലത്തുനിന്ന് ഇപ്പം അതിൽ ന്യൂട്രിയൻസ് ഒന്നും വരാത്തത് കൊണ്ട് അങ്ങനെ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് നന നിർത്തി കഴിഞ്ഞാൽ അറിയാം ഇത് രണ്ടുമായിട്ട് യോജിച്ചിട്ടുണ്ടെങ്കിൽ. അതിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. താഴെ ഉള്ളതിനേക്കാളും മുകളിലേക്ക് ഇതിന് വണ്ണം കൂടും ഒട്ടിക്കഴിഞ്ഞാൽ. അതായത് ഈ വലിയ മാവിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് കൊണ്ട് അതിന് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് കിട്ടും. അങ്ങനെ മുകളിലോട്ട് വണ്ണം കൂടി കാണുന്ന സമയത്താണ് ഈ ബാഗിൻ്റെ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുക. അതായത് ഈ 6 ഇഞ്ച് നമ്മൾ ചീകിയെടുത്ത ആ ഭാഗത്തിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു ബ്രാഞ്ചസ് പോലെ ഈ മാവിൻ്റെ ഉള്ളിൽ വളരുകയാണ് ചെയ്യുക. അതിന് ഇതുപോലെ കെട്ടിയതിന് ശേഷം ബാഗും ഇളകാത്ത രീതിയിൽ നമ്മൾ ആ സ്റ്റാൻഡിനോടും അതുപോലെ തന്നെ നമ്മളെ മരത്തിനോടും ചേർത്ത് കെട്ടി വെക്കണം. എന്നിട്ട് മഴ പെയ്താൽ വെള്ളം ഇറങ്ങാത്ത രൂപത്തിൽ വാക്സ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക. അതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. ഈ തൊലി ചെത്തിയ ഭാഗത്ത് പല കീടങ്ങളും വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനെയും ചെറുക്കാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് മഴ പെയ്താലോ മറ്റോ വെള്ളം ഈ ചെത്തിയ ഗ്രൂവിലേക്ക് ഇറങ്ങാതിരിക്കാനും ഇത് സഹായിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്ക്കാത്ത മാവിനെ കായ്പ്പിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ബഡ് ചെയ്ത തൈകളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത വർഷം തന്നെ ഇത് കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. ഒരു മാവിൽ തന്നെ 2 തരം മാങ്ങ ഉണ്ടാകുന്നതും കാണുന്നവർക്ക് ഒരു കൗതുകവുമാണ്. ഈ കായ്ക്കാത്ത മാവ് കായ്ച്ചു കിട്ടുന്നത് നമുക്ക് വലിയൊരു ബെനിഫിറ്റുമാണത്.
ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു 2 മാസം മുന്നേ ചെയ്തൊരു ഗ്രാഫ്റ്റിൻ്റെ റിവ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കുളമ്പ് മാവും അതുപോലെ തന്നെ ഒരു തായ്ലൻഡ് കാറ്റിമൂൺ എന്ന മാവുമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമുക്ക് ഈ ബഡ് ചെയ്തിട്ടുള്ള ബാഗിൻ്റെ അതിൽ കൂടുതൽ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം വണ്ണം കൂടിയിട്ടുണ്ട്. അത് ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്നും നന്നായി ഇതിലേക്ക് ന്യൂട്രിയൻസ് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് ബാഗിൽ നിന്നും അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ബാഗിലുള്ള ഭാഗം ശോഷിച്ചും അതിൻ്റെ മുകളിലോട്ട് മാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് വണ്ണം കൂടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വണ്ണം കൂടി വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും ഈ ഇതിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് അതുപോലെ തന്നെ ഈ മുറിച്ചെടുത്ത ബാഗിൻ്റെ മുകളിലോട്ടുള്ള ആ ഭാഗത്ത് ഒരു 2 നോഡെങ്കിലും നമ്മൾ ബഡിങ്ങിൻ്റെ ഭാഗം നമ്മൾ അതിൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്നായി തളിർത്ത് വരും. ആ തളിർത്ത് വരുന്ന സമയത്ത് 2 or 3 നോഡ് തളിർത്ത് വരുമ്പോൾ ഒരു തളിർപ്പ് മാത്രം നിലനിർത്തുക. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു മാവിൽ വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ നന്നായി നമ്മൾ സാധാരണ മാവ് നടുന്ന മാതിരി കുഴിയെടുത്ത് നട്ടും നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാവിൽ തൈമാവ് ഒരിക്കലും നഷ്ടം വരുന്നില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറിച്ചെടുത്ത ഭാഗത്ത് ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കണം. അതായത് ഫംഗസ് വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് കോപ്രോക്സി ക്ലോറൈഡ് പോലത്തെ ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ഫംഗസ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് നന്നായി തുടച്ച് നന്നാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഫംഗിസൈഡ് ഏതെങ്കിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതുവരെ ആ ബാഗ് വെച്ച സ്റ്റേജ് നമുക്ക് ഇനി ആവശ്യമില്ല. അതുകൊണ്ട് ഈ സ്റ്റേജ് നമ്മൾ പൂർണ്ണമായിട്ടും അയച്ചു മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് വളം ചെയ്ത് കൊടുത്താൽ മുകളിൽ നന്നായി അതിൻ്റേതായ വളർച്ച കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ രണ്ടിനെയും ചേർത്ത് കെട്ടിയ ആ ഈ പ്ലാസ്റ്റിക് വള്ളി ഇതുപോലെ നന്നായി നമ്മൾ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് തൊലി വണ്ണം കൂടുന്ന സമയത്ത് തൊലിയിലേക്ക് ഇത് ഊർന്നിറങ്ങി നമ്മൾ വെച്ച ഗ്രാഫ്റ്റിങ്ങിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർത്തും നമ്മൾ അതിനെ റിമൂവ് ചെയ്യേണ്ടതാണ്. മൊത്തം ആ പ്ലാസ്റ്റിക് വള്ളി മുഴുവനും മാറ്റിയതിന് ശേഷം അതുപോലെ തന്നെ പൂക്കുന്നതിന് മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നന്നായി മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ വളങ്ങളും ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതിനായി പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്ന്.